ബിറ്റ്കോയിൻ്റെ 4 hour ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു സിമെട്രിക്കൽ ട്രയാങ്കിൾ കാണാം. നമുക്കറിയാം സിമെട്രിക്കൽ ട്രയാങ്കിളിൻ്റെ അപ്സൈഡ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഫെർദർ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാം. ഈ സിമെട്രിക്കൽ ട്രയാങ്കിളിൻ്റെ ട്രെൻഡ് ലൈനിൻ്റെ ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫെർദർ ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ സിമെട്രിക്കൽ ട്രയാങ്കിളിൻ്റെ ഡൗൺ സൈഡിലൊരു കൺഫർമേഷൻ ക്യാൻഡിൽ, അത്യാവശ്യം വോളിയത്തോടൊരു കൺഫർമേഷൻ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഫെർദർ ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാം. എത്ര എക്സ്പെക്ട് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ഈ ട്രെൻഡ് ലൈനിൻ്റെ ടോപ്പ് ടു ബോട്ടം ഡിസ്റ്റൻസ് വരെയുള്ളൊരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഈ ഏരിയ എന്ന് പറയുന്നത്, ഈ ഒരു ഏരിയയിലാണ് ഇപ്പം ബിറ്റ്കോയിൻ്റെ ഏറ്റവും കൂടുതൽ ലോങ് പൊസിഷൻ്റെ ലിക്വിഡേഷൻ ഉള്ളത്. അറൗണ്ട് 1 ബില്യൻ്റെ അടുത്ത് ലിക്വിഡേഷൻ ഉള്ള ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഫെർദർ ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് തന്നിട്ട് ഇവിടെ നമുക്കൊരു ലിക്വിഡിറ്റി ഗ്രാബ് കൂടി മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഷോർട്ട് ടൈം ഫ്രെയിമിലേക്ക് നോക്കുവാണെങ്കിൽ എന്തുകൊണ്ട് ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റാണ് നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ 1 ഡേ ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ബിറ്റ്കോയിൻ എപ്പോൾ ഒരു അപ്പ് മൂവ്മെൻറ്റ് തരുന്നുണ്ടോ അതിനനുസരിച്ചുള്ള ഒരു കറക്ഷൻ തന്നുകൊണ്ടാണ് മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത്. റൈറ്റ് സൈഡിലോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോ ആയിട്ട് ഈ കണക്കായിട്ടുള്ള ഒരു കറക്ഷൻ ഉണ്ടാവും. പക്ഷെ നമുക്ക് ഈ ബിറ്റ്കോയിൻ്റെ സെനാറിയോയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 2 ഗ്യാപ്പ് കാണാം. ഈ ഒരു ഏരിയയിൽ ഒരു കറക്ഷൻ ഇല്ലാതെ നമുക്കൊരു ഗ്യാപ്പ് കാണാം. ഈ ഒരു ഏരിയയിൽ നമുക്ക് ബിറ്റ്കോയിനിൽ ഒരു ഗ്യാപ്പ് കാണാം. അപ്പം ലോങ് ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് എന്തുകൊണ്ടും ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ട് മേലോട്ട് പോകുന്നതായിരിക്കും ലോങ് ടൈം ഫ്രെയിമിൽ ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ടും മാർക്കറ്റിലൊരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേങ്കിൽ നമ്മൾ ഡൗൺ സൈഡിലേക്ക് മാക്സിമം ഇന്ന് ട്രേഡ് ചെയ്യാതെ നോക്കുകയാണ് വേണ്ടത്. ഡൗൺ സൈഡിലേക്ക് നമുക്ക് ടെക്നിക്കൽ സെനാറിയോ വെച്ചിട്ട് ഓക്കെയാണ്. പക്ഷേ നമ്മൾ ഒരു ലോങ് ടൈം ഫ്രെയിം, ഒരു വീക്ക്ലി ക്യാൻഡിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ഒരു 2 months ആയിട്ട് ഈ സപ്പോർട്ട് റേഞ്ച് ബിറ്റ്കോയിന് ബ്രേക്ക് ചെയ്തിട്ടില്ല. ലാസ്റ്റ് വീക്ക് നമുക്ക് നല്ലൊരു റെഡ് ക്യാൻഡിൽ തന്ന് നമുക്കിവിടെ ഒരു ഫേക്ക്, നമ്മുടെ മാർക്കറ്റിൽ എല്ലാവരും ഫേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ഒരു അപ്പ് മൂവ്മെൻറ്റ് തന്നിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ഈ സപ്പോർട്ടിൻ്റെ എബോവാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഒരു വീക്ക്ലി ക്ലോസിംഗ് ആയതുകൊണ്ട് നമുക്ക് ഈ വീക്ക്ലി ക്ലോസിങ് പ്രധാനപ്പെട്ട ഒരു ക്യാൻഡിൽ ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് മാക്സിമം ട്രേഡ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ മാർക്കറ്റിൽ മാക്സിമം ഇന്നത്തെ ട്രേഡ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. നമുക്ക് ഫെർദർ മാർക്കറ്റിൽ ഇവിടുന്ന് ഒരു കറക്ഷൻ, ഇവിടെ ഗ്യാപ്പ് ഫില്ലിങ് കിട്ടി, നമുക്ക് ഇവിടുന്ന് ഒരു കറക്ഷൻ വന്നു, ഇവിടുന്ന് നമുക്കൊരു അത്യാവശ്യം വോളിയത്തോടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരു 69 ഒരു 68 ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് എന്താക്കാം, ഒരു ബൈ ലോങ് പൊസിഷൻ നമുക്ക് മാർക്കറ്റിൽ നോക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് മാക്സിമം ട്രേഡ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഏത് സെനാറിയോ ബെറ്റർ എന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഷോർട്ട് ടേം സെനാറിയോ വെച്ച് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് എന്തുകൊണ്ടും ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റാണ് തരുന്നത്. അപ്പം ട്രേഡ് എടുക്കുവാണെങ്കിൽ പൊസിഷൻ മാക്സിമം ഡൗൺ സൈഡിലേക്ക് എടുക്കാൻ നോക്കുക. അത് നിങ്ങളുടേതായ ടെക്നിക്കൽ അനലൈസ്, റിസർച്ച് കാര്യങ്ങൾ വെച്ച് നോക്കുക. ഞാനിപ്പോൾ എൻ്റെതായ ഒരു അനലൈസാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ മാക്സിമം ഈ വീക്കത്തെ ട്രേഡ് ഒഴിവാക്കാൻ നോക്കുക. വീക്ക്ലി ക്ലോസിംഗ് ആണ്, മാർക്കറ്റിൽ നല്ല വോളറ്റിലിറ്റി കാര്യങ്ങളുണ്ടാവും. ട്രേഡ് എടുക്കുവാണെങ്കിൽ മാക്സിമം ഷോർട്ട് പൊസിഷനിലേക്ക് നോക്കുക. പക്ഷേ നമുക്ക് വീക്ക്ലി ക്ലോസിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പാറ്റേൺ, ഈ സിമെട്രിക്കൽ ട്രയാങ്കിൾ എത്രത്തോളം കൺഫർമേഷൻ തരുന്നുള്ളതിൻ്റെ അത് നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് ഈ സിമെട്രിക്കൽ ട്രയാങ്കിൾ പ്രകാരം ഷോർട്ട് പൊസിഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഷോർട്ട് പൊസിഷനെ സപ്പോർട്ട് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ട്രെൻഡ് ഷോർട്ട് പൊസിഷൻ അനുകൂലമാണ്. അപ്പം മാക്സിമം ട്രെൻഡിന് ഓപ്പോസിറ്റായിട്ട് ട്രേഡ് ചെയ്യാതെ നിൽക്കുക. മാക്സിമം ട്രെൻഡിനോടൊപ്പം ട്രേഡ് ചെയ്യാനാണ് നമ്മൾ മാർക്കറ്റിൽ നോക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ വീക്ക്ലി ക്ലോസിംഗ് എന്ന് പറയുന്നത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലോസിംഗ് ആണ്. മാർക്കറ്റ് നല്ല വോളറ്റിലിറ്റി ഉണ്ടാവും. മാക്സിമം ട്രേഡ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഇന്ന് ട്രേഡ് ചെയ്യാതെ മാർക്കറ്റ് ഒന്ന് സ്റ്റേബിളായതിനു ശേഷം നമുക്ക് മാർക്കറ്റിൽ നല്ല ട്രേഡ് ഓപ്പർച്യൂണിറ്റി വരും. മാർക്കറ്റ് ഇപ്പം നമ്മളെ നല്ല രീതിക്ക് ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നിന്നിട്ടാണ് മാർക്കറ്റ് മുമ്പോട്ടേക്ക് പോകുന്നത്. മാർക്കറ്റ് എല്ലാവരെയും ഒരു മടുപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പം ഈ മടുപ്പിന് ശേഷം മാർക്കറ്റിൽ നല്ലൊരു കണ്ടീഷൻ വരും. മാർക്കറ്റിൽ നാളെ ഒരു ബെറ്റർ കണ്ടീഷൻ വരും. അപ്പോൾ ആ ബെറ്റർ കണ്ടീഷന് വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യാം. ഒരു ട്രേഡർ എന്ന് പറയുന്നത്, നല്ല ട്രേഡർ എന്ന് പറയുന്നത് ഡെയിലി ട്രേഡ് ചെയ്യുന്ന ഒരാളല്ല ക്വാളിറ്റി ട്രേഡർ. ക്വാളിറ്റി ട്രേഡ് കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് എൻ്റർ ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരാളാണ് ക്വാളിറ്റി ട്രേഡർ. അപ്പം മാക്സിമം എല്ലാവരും ഇന്നത്തെ ട്രേഡ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക.